ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാൽഗാസ്റ്റയിലൊക്കെ പോയി തിരിച്ചെത്തി. ഇതാ നമ്മളെ ഹോട്ടലിൽ ഇതാ അവിടുന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം 6:45. നമുക്കവിടെ 2 മണിക്കൂറുണ്ട്. നമ്മൾ ഏതായാലും നാളെ നമ്മളെ റിട്ടേൺ ആണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് മെയിനായിട്ട് നമുക്ക് ഈ സാൽസ്ബാഗിലുള്ള 2-3 സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്നുള്ളതിൽ ഇപ്പോൾ ഇറങ്ങിയതാണ്. സാൽസ്ബാഗിൽ നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട്, 5 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് പോയിട്ടുള്ള ഒരു 2-3 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സാൽസാക്ക് ഒരു കനാല്, പിന്നെ ഒരു സാൽസാക്ക് ബ്രോക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഒരു മിർബൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നും കൂടി ഒന്ന് കാണാമെന്നുള്ള ലെവലിലാണ്. നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മൾ സാൽസ്ബാഗിൽ ഒന്ന് കറങ്ങാമെന്നൊക്കെ തീരുമാനിച്ചു. അത് ഏതായാലും നടന്നില്ല. ഇന്നലെ നല്ല മഴ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ലാസ്റ്റ് ഡേ അല്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് ഏതായാലും ഒന്ന് കറങ്ങിക്കാളാം. ഇവിടെ ഏതായാലും സൺസെറ്റ് 8:30, 8:45 ഒക്കെ ആണ്. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഇങ്ങനെ ഒന്ന് ഈ സിറ്റീൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള 1-2 സ്ഥലങ്ങളൊക്കെ പോയി കാണാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ, അതായത് 5 വർഷം മുമ്പ് വന്നപ്പോൾ, ആ സാൽസ്ബാഗിലുള്ള ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മളൊരു ലോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ പറയുന്നത് അതൊക്കെ ഉണ്ടോ, അന്ന് പോയി നോക്കാം, അതൊക്കെ ഉള്ള ലെവലൊന്ന് പോക്കാല്ലേ. അത് കാണാം, ഉണ്ടാവുമെന്നായിരിക്കറിയാം. ഹോട്ടലിൽ നിന്നും ആ ബ്രൂക്കയിലേക്ക് ഒരു 900 മീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് വാക്കിംഗ്. ഇവിടെ 7 മണിയായി, പക്ഷെ ഇപ്പോഴും നല്ല സൺലൈറ്റ് ഉണ്ട്. ഇന്നലെ ഈ സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു അവിടെ അല്ലേ? എങ്ങനെയാന്ന് വെച്ചാലേ ഇന്നലെ ഇടിവെട്ടി മഴ, അതും എന്താ ആലിപ്പായ മഴ, ഫുള്ള് ഐസ് ഇങ്ങനെ വീഴുന്ന മഴയായിരുന്നു അവിടെ. തലേന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഐസിന്റെ കഷ്ണമായിരുന്നു ബോൾസ്. ഇവിടാണ് മിർബൽ ഗാർഡൻ. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ മിർബൽ ഗാർഡൻ്റെ അങ്ങോട്ടേക്ക് പോവാ. അവിടെ കണ്ടില്ലമ്മ, അതിൻ്റെ മുകളിലൊക്കെ ആളുകൾ സ്റ്റാച്ചു. 7 മണിയായി കഴിഞ്ഞാൽ കാണാം സെർച്ച് ചെയ്യുന്ന ബെല്ലടിക്കുന്നു. അവിടെ കാണാം സാൽസ്ബാഗ് കാസിലൊക്കെ കാണാം. ഈ ബ്രിഡ്ജിലാണ് നമ്മൾ അന്ന് ലോക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. എത്ര ലോക്ക് ഉണ്ട് എനിക്ക് അറിയോ, എവിടെ ഇട്ടെന്നെ അറിയില്ല. അപ്പം നടന്ന് നമ്മളിതാ സാൽസാക്ക്, ഇതാണ് കാനല്. ഇവിടെ ക്രൂയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെച്ചാൽ ഇവിടെ തപ്പി വെക്കാണ് എവിടെ ഇട്ടതെന്ന്. 2 ഭാഗത്തും കാണാൻ ഒരുപാട് ലോക്കാണ്, 2 ഭാഗത്തെ എൻഡില്. അവിടെ സാൽസാഗ് കാസിലും കാര്യങ്ങളൊക്കെ കാണാം. ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഇവിടെയൊക്കെ? പുള്ളി കളറൊന്നും ഓർമ്മ ഇല്ലടോ. പേര് നോക്ക്, പേരടിച്ചു നോക്ക്. ആക്ച്വലി തപ്പാണ്. നമ്മൾ അന്നിട്ട ലോക്ക് എവിടാന്ന്, ഇത് എവിടെ വെച്ചിട്ട് ഈ കണ്ടുപിടിക്കും. ചിലപ്പോ അതൊക്കെ അന്നത്തെ ശേഷം ഫുള്ളായപ്പോൾ അവരൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അതിന്റെ ശേഷം ഇല്ലേ ഉണ്ട്, ഇഷ്ടം പോലെ കാണാം ലോക്ക്. ഇത് നല്ല വെളിച്ചമുണ്ടല്ലേ ഇപ്പൊ കണ്ടോ? 7 നല്ല വെളിച്ചം. ശരി കണ്ടോ? ശരി തപ്പി വെക്കാണ് അന്നിട്ട ലോക്ക്. ഇതിപ്പോ ഏതാണെന്നുള്ള, ഗോൾഡൻ കളറാന്നുള്ള അറിയാം. അപ്പൊ ഈ ഒരു ബ്രൂക്കെ എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാട്ടോ. നമുക്ക് കാണാൻ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്, ഗ്രൂപ്പായിട്ടുള്ളതും അല്ലാതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. എന്താണ് ഇവിടെ ചില ഒരാള് സുജൂത് ചെയ്തിരിക്കുക ഉണ്ടോ? ഇവിടെ ക്രൂയിസൊക്കെ ഉണ്ട്, കനാൽ ക്രൂയിസൊക്കെ ഉണ്ട്. എന്താ കാറ്റ്! ഒരിഞ്ഞ തപ്പല് കിട്ടിയിട്ടേ മടങ്ങൂന്നുള്ളതാ. പക്ഷെ അന്ന് നമ്മളൊരു ചെറിയൊരു സൈന് പോലും വെച്ചിട്ടില്ല എവിടാന്നുള്ളത്. എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടെങ്കിൽ അവിടെ മാത്രം നോക്കിയാൽ മതി. ഇത് 10,000 കണക്കിന് ലോക്ക് ഉണ്ട് ഇതിന്റെ മുകളിൽ. ഗായ്സ്, നമ്മളൊരു 3/4 മണിക്കൂറായി ഇവിടെ 2 ആളും ഇങ്ങനെ നോക്കുന്നത്.
എവിടെ വെച്ചിട്ട് നോക്കൂ, രണ്ട് ഭാഗത്തും എന്തായാലും 10,000 കണക്കിന് ലോക്ക് ഉണ്ടാവും. പോവാ, 8 മണിയാവാനായി. തിരിച്ചു പോവാ. ചില കൊയങ്ങി തപ്പി 1 മണിക്കൂറോളം തപ്പി. ഇവിടെ തൊട്ടായ എൻ്റെ വരെ ഉണ്ട്. രണ്ട് ഭാഗത്തും ഫുള്ള് ലോക്കാണ്. എന്ത് എവിടെ? അതെ അതെ, നമ്മളൊന്നും ഒരു സൈന് പോലും വെച്ചിട്ടില്ല ഇവിടെ എവിടെയാണെന്നുള്ളത്. അതെ, നമുക്ക് ഏതായാലും ഈ ലവ്ലോക്ക് ബ്രിഡ്ജിൽ നിന്നും നമുക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ അവിടെ ഒരു മിറബൽ ഗാർഡൻ ഉണ്ട്. മിറബൽ ഗാർഡൻ്റെ അവിടെ നിന്ന് നമുക്കൊന്ന് പോവാം. നമ്മൾ ആ ലോക്ക് കണ്ടുപിടിക്കാതെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. സാരമില്ല കേട്ടോ. നമ്മളപ്പോ എത്തി മിറബൽ ഗാർഡനിലെത്തി. ഓർമ്മ ഉണ്ടോ ഇവിടെ നമ്മൾ ലാസ്റ്റ് വന്നപ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ ഓടുന്ന, ഇവിടെ മാരത്തോൺ ഉണ്ടായിരുന്നു 5 വർഷം മുമ്പ്. മാരത്തോൺ ഓട്ടം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓടുന്ന. നമ്മൾ 5 വർഷം മുമ്പ് വരുമ്പോൾ ഇവിടെ ആ സമയത്ത് ഇവിടെ മാരത്തോൺ ഓട്ടം ഒക്കെ നടക്കുകയായിരുന്നു സൈഡിൽ കൂടെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സൈഡിലിരിക്കുന്നു. ഇവിടെ കണ്ടോ ഇരിക്കുക. വേമാ കൊയ്ക്കുക. അപ്പോൾ നമുക്ക് കാണാം അവിടെ അങ്ങനെ രണ്ട് ഭാഗത്തും ബെഞ്ച്, ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നു. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. ഇത് കണ്ട അക്ഷൽ സ്റ്റാച്യൂനെ നോക്കി. നേരെ മുമ്പിൽ തന്നെ മിറബൽ പാലസ് ഒക്കെ ഉണ്ട്. പാലസ്, ഇത് മിറബൽ ഗാർഡൻ. എമ്മിൽ നടന്ന് കൊയ്ങ്ങി. ഇശൽക്ക് ഓർമ്മയില്ല? ഇശല് ഇവിടെ നടന്നൊന്നും ഓർമ്മയില്ല. ഇശലന്ന് എമ്മലിന്റെ പ്രായമുള്ളൂ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാർക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 8:30 കാലമായി. 8:30 കാലം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള ഈ പാർക്കിൽ വന്നിരിക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. ഓ, സമയം 8:45. ഇപ്പം ഇങ്ങനെ റോഡൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയി വരാണ്. ഇവിടെ രാത്രിയിൽ അധികം ഒന്നും ആക്റ്റീവ് അല്ല. ഈ സാൽസ്ബർഗിൽ 8-9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വേഗം സൈലൻ്റ് ആയിപ്പോയി. അതുപോലെ ഒരുപാട് ഷോപ്സൊക്കെ വേഗം ക്ലോസ് ആയി പോകുന്നു ഇവിടുത്തെ. നമ്മൾ നടന്ന് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ എത്താനായി. ഒരു റൗണ്ട് അടിച്ചു, ഒരു 2 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി. ഇവിടെ കാണാം സൂപ്പർ മാർക്കറ്റ്, ആദിൽ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ അടുക്കുന്തോറും കാണാം നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ സിറ്റി പിസ്സ, സിറ്റി കബാബ്, 7 ബർഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചെറിയ കുഞ്ഞു ഹോട്ടൽസാണ്. ചില ഭാഷ നടന്നതാ നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെ എത്തി. ആർത്തെ ഹോട്ടൽ. ഫിറ്റിന് ഈ ബിൽഡിങ്ങിൽ 2 ഫ്ലോർ മുഴുവനും ജിമ്മാണ് അല്ലേ. പക്ഷെ ആൾക്കാരെ കാണുന്നില്ല. ഉള്ളിൽ മുകളിലാണ്. ഇവിടെ കാർഡിയോ. അതെ, താഴെ അതിന് കാർഡിയാണ്, മുകളിലാണ് ബോഡി ബിൽഡിങ്. അതാ നമ്മളിപ്പോൾ മെയിൻ സെൻറ്ററിലെത്തി. മെയിൻ ട്രെയിൻ സ്റ്റേഷന്, അതുപോലെ തന്നെ നേരെ മുമ്പിൽ തന്നെയാണ് ബസ് സ്റ്റേഷനും ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ട്രെയിൻ ഇറങ്ങിയാൽ തന്നെ ഏത് ഭാഗത്തേക്കും നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. ഈസി ആക്സസ് ആണ് എല്ലാ ഭാഗത്തേക്കും. സാൽസ്ബർഗിൽ ട്രാം കണ്ടിട്ടില്ല, ഫുള്ള് ബസ്സാണ്, ഇലക്ട്രിക് ബസ്സാണ് അധികം ഉള്ളത് സിറ്റിയിൽ. അപ്പോൾ
നമ്മൾ ഏതായാലും നേരെ ഡിന്നറിൻ്റെ ടൈമായി. ഇപ്പം ബർഗർ കിങ് ആണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. മക്ഡൊണാൾഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ മക്ഡൊണാൾഡ്സ് ആയിരിക്കണം ഒന്ന് മാറ്റി പിടിച്ചതാണ്. ഇന്നത്തെ ഒരു ദിവസം കൂടി ഇത് കഴിച്ചാൽ മതിയല്ലോ അല്ലേ? ആണിയൻ ഡ്രിങ്ക് നമ്മളെ ഡിന്നർ വന്നേ. നല്ല വിശക്കുണ്ട്. നല്ല വിശക്കല്ലോ. ബാക്കി നമുക്ക് തിന്നിട്ടാക്കല്ലേ നമ്മളെ വർത്താനം. നമ്മൾ ഏതായാലും ഇത് ഫിനിഷ് ചെയ്താട്ടാണല്ലേ. നല്ല വിശപ്പുണ്ട്. ചില ചോറ് തിന്നാൻ പുതിയ ഉണ്ടോ? ചോറ് പൊറോട്ട ടോപ്പോമി പോകാൻ പുതിയ അവിടെ ഇല്ലേ? ടോപ്പോം ഹോട്ടലോ ദീവാർ ഹോട്ടലിലൊക്കെ പൊറോട്ടയും ചോറും ബീഫ് കറിയും പാരഗണൊക്കെ. ഏതായാലും നാളെയും കൂടിയല്ലേ ഉള്ളൂ. മറ്റന്നാൾ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് നോക്കാം. അമൽക്ക് എന്താ പുതി? അമൽക്ക് പിന്നെ സാധാ ചോറാ അല്ലേ? സാധാ ചോറും തൈരും കിട്ടിയാൽ മതി, സാമ്പാറും അല്ലേ? അമൽ അതിൻ്റെ ആളല്ലേ? ആണ്. ഇശല് ഇങ്ങനെ ചിക്കൻ കാലൊക്കെ അടിച്ച് എന്ത് തിന്നാലും എന്താണ് ഇശല് നാട്ടിലത്തെ ഫുഡിന്റെ ടേസ്റ്റ് കിട്ടും ഇനി ഇല്ലല്ലോ? എന്ത് കിട്ടും? അഞ്ഞൂന്ന് മുതൽ അത് തന്നെ പോരാ. എനിക്ക് ചോറൊന്നും പോരല്ലോ. ചില നേരത്തെ പറഞ്ഞ് ചോറ് വേണോ പത്തിരി വേണോ എന്നൊക്കെ. അതിന് നാടന്നെ വേണ്ടേ? ഇവിടെ 5 ദിവസത്തെ ഫുഡ് കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് മടുപ്പ് വരും അല്ലേ? ഇവിടുത്തെ മടുത്തൊന്ന്. ഓക്കെ, അത് ഭയങ്കര മിസ്സിങ് ആണ് നമ്മളെ നാട്ടിലത്തെ ഫുഡ്. നമ്മൾ അവിടുന്ന് ഫുഡ് തിന്നിട്ടോ, പക്ഷെ അവിടെ ക്ലോസ് ആയി പോയി. ശരി പറയാം, ശരിക്ക് വയറ് ഫുള്ളായിട്ടില്ല പറഞ്ഞിട്ട് ഇതാ ഇനി അടുത്ത സ്ഥലത്തേക്ക് മക്ഡൊണാൾഡ്സ്. ഓ ഇല്ല ഇതിലേ നമ്മൾ അവിടുന്ന് തിന്ന് ചില അറിയാം ശരിക്കും അവിടുന്ന് കഴിച്ചത് ഫുള്ളായില്ല. അവിടെ ഉണ്ടെങ്കിൽ 9 മണിയപ്പോൾ ക്ലോസ് ആയും ചെയ്ത്. ബർഗർക്ക് നേരെ പിന്നെ മക്ഡൊണാൾഡ്സിലേക്ക് അപ്പോൾ കയറിക്കണേ. ലാസ്റ്റ് ഡേ അതിനെ കൊണ്ട അവിടെ പോയാലും ഒക്കെ കഴിക്കട്ടോ. വീണ്ടും മക്ഡൊണാൾഡ്സ് ബർഗറൊക്കെ വാങ്ങിയണ്ട വയറ് ഫുള്ളായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്. നമ്മളിപ്പോൾ സ്റ്റേഷന്റെ നേരെ മുമ്പിലാണ്. 9:30 മണിയായി. കുറച്ച് ഒരുപാട് ആൾക്കാരൊക്കെ കാണാം ഇവിടെ. അങ്ങനെ ഷൗട്ട് ചെയ്യുന്ന കാര്യങ്ങള്. നമ്മള് രാത്രി കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല എന്നുള്ള ലെവലിലാണ്. സാധാരണ നമ്മള് രാത്രി നേരത്തെ റൂമിൽ കയറലിട്ട്. ഇപ്പൊ 9:30 മണിയായി. രാവിലെ കുറച്ച് ലേറ്റ് ആയി എണീച്ചാലും പ്രശ്നമൊന്നുമില്ല. നമ്മളേതായാലും ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫ് എങ്ങനെയാന്നൊക്കെ നോക്കാന്നുള്ള ലെവലിലൊന്നും ഇറങ്ങിയതാ. അപ്പോൾ ഗായ്സ് ഇപ്പോൾ 9:45. നല്ല ക്ഷീണമൊക്കെ വരാൻ തുടങ്ങി. അത് മാത്രമല്ല നമുക്ക് നാളെ പോകണ്ടല്ലേ, നമ്മളെ പെട്ടിയൊക്കെ ഒന്ന് ശരിയാക്കണ്ടല്ലേ. ചില നമ്മൾ ഇന്നത്തെ വൈകുന്നേരം നമ്മൾ ലാസ്റ്റ് ടൈമിൽ പോയ ആ 2 സ്ഥലത്തൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആയിരുന്നു. അതൊക്കെ പോയി. പിന്നെ രാത്രി ഒന്ന് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാന്നൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ കറങ്ങി ഇനി നേരെ റൂമിൽ പോവാം. അത്ര തന്നെ. നമ്മൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആവുന്നവരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ ബൈ.